وما محمد إلا رسول وما محمد إلا رسول قد خلت من قبله الرسل أفإن مات أو قتل انقلبتم على أعقابكم ومن ينقلب على عقبيه فلن يضر الله شيئا وسيجزي الله الشاكرين وما كان لنفس أن تموت إلا بإذن الله كتابا مؤجلا ومن يرد ثواب الدنيا نؤته منها ومن يرد ثواب الآخرة نؤته منها وسنجزي الشاكرين وما محمد നബി അല്ല ഇല്ലാ റസൂൽ ദൂതനല്ലാതെ മറ്റൊന്നുമല്ല. ഖദ് ഖലത് മിൻ ഖബ്ലിഹി റുസുൽ, ഈ പ്രവാചകന് മുമ്പ് ധാരാളം ദൂതന്മാർ കഴിഞ്ഞു കടന്നിട്ടുണ്ട്. അഫഇം മാത, അപ്പോൾ ഈ പ്രവാചകൻ മരണപ്പെട്ടാൽ, ഔ ഖുതിൽ, അല്ലെങ്കിൽ കൊല്ലപ്പെട്ടാൽ, ഇൻഖലബ്തും അലാ അഅഖാബികും, നിങ്ങൾ പരിപൂർണമായി പിന്തിരിഞ്ഞ് നടക്കുമോ? വമൻ യൻഖലിബ് അലാ അഖിബൈഹി, ആരെങ്കിലും പിന്തിരിഞ്ഞ് നടന്നാൽ, ഫലൻ യദുറല്ലാഹ ശൈആ, അവൻ അല്ലാഹുവിന് യാതൊരു ഉപദ്രവവും ചെയ്യുന്നതല്ല. വസയജിസില്ലാഹു ശാകിരീൻ, നന്ദിയുള്ളവർക്ക് അല്ലാഹു അധികരിപ്പിച്ചു കൊടുക്കുന്നതാണ്. വമാ കാന ലിനഫ്സിൻ, ഒരു ശരീരത്തിനും സാധ്യമല്ല, അൻ തമൂത, മരിക്കാൻ സാധ്യമല്ല, ഇല്ലാ ബിഇദ്നില്ലാഹ്, പടച്ചവന്റെ അനുമതി കൂടാതെ മരിക്കുക സാധ്യമല്ല. കിതാബം മുഅജ്ജലാ, അല്ലാഹു ഓരോരുത്തർക്കും നിർണിതമായ ഒരു സമയം രേഖപ്പെടുത്തിയിരിക്കുന്നു. വമൻ യുരിദ് സവാബദ് ദുനിയ, ആരെങ്കിലും ഭൗതിക പ്രതിഫലത്തെ ലക്ഷ്യം വെച്ചാൽ, നുഅ്തിഹി മിൻഹ, അതിൽ നിന്നും നാം അവന് നൽകുന്നതാണ്. വമൻ യുരിദ് സവാബൽ ആഖിറ, ആരെങ്കിലും പരലോകത്തിൻ്റെ പ്രതിഫലം ലക്ഷ്യം വെച്ചാൽ, നുഅ്തിഹി മിൻഹ, അതിൽ നിന്നും നാം അവന് കൊടുക്കുന്നതാണ്. വസനജിസി ശാകിരീൻ, നന്ദിയുള്ളവർക്ക് നാം പ്രതിഫലം നൽകുന്നതാണ്. ഈ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ആദ്യമായി അറിയിക്കുന്നു, ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിൻ്റെ സമുന്നത ദൂതനാണ്. പക്ഷേ പറഞ്ഞിരിക്കുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിൻ്റെ ദൂതൻ മാത്രമാണ്. ഇതിൻ്റെ പശ്ചാത്തലം മനസ്സിലാക്കിയില്ല എങ്കിൽ ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മഹത്വത്തിന് എതിരാണെന്ന് തെറ്റിദ്ധരിക്കാൻ സാധ്യതയുണ്ട്.
അദ്ദേഹം പള്ളിയിലെ ഇമാമ് മാത്രമാണ്, അദ്ദേഹം ഈ സ്ഥാപനത്തിലെ പണ്ടാരി മാത്രമാണ്. ഇത് സാധാരണ നമ്മൾ ഉപയോഗിക്കുന്നത് ഒരാളെപ്പറ്റി വേറെ എന്തെങ്കിലും ഒരു കാഴ്ചപ്പാട് പുലർത്തുമ്പോൾ അവരെ തിരുത്താൻ വേണ്ടിയാണ്. യഥാർത്ഥത്തിൽ ഈ ആയത്തിൻ്റെ അവതരണവും ഇതുപോലുള്ള ഒരു വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്. ഉഹദ് യുദ്ധത്തിൻ്റെ സന്ദർഭത്തിൽ ധാരാളം ദുരന്തങ്ങൾ സംഭവിച്ചു. അതോടൊപ്പം തന്നെ സംഭവിക്കാത്ത ദുരന്തങ്ങളെ പറ്റിയുള്ള പ്രചാരണങ്ങളും നടന്നു. അതിലൊന്നാണ് ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൊല്ലപ്പെട്ടു എന്ന ഒരു കിംവദന്തി പ്രചരിപ്പിക്കപ്പെടുകയുണ്ടായി. ഇത് മഹാന്മാരായ സഹാബാക്കൾക്ക് വലിയ ആഘാതമായി. അവരിൽ ചിലർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇല്ലെങ്കിൽ ഇനി നമ്മൾ ജീവിച്ചിട്ട് എന്ത് കാര്യം, അതുപോലെ ഈ ദീനിന് എന്ത് പ്രസക്തി എന്നിങ്ങനെയുള്ള ചിന്തകളെല്ലാം ചിന്തിച്ചു. കാരണം അവർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിയോഗത്തെ പറ്റിയുള്ള സങ്കല്പം പോലും അവർക്കില്ലായിരുന്നു. നമുക്ക് അള്ളാഹു നമ്മുടെ മാതാപിതാക്കൾക്ക് ദീർഘായുസ് നൽകുമാറാകട്ടെ, ഗുരുനാഥന്മാർക്ക് ദീർഘായുസ് നൽകുമാറാകട്ടെ. അവരുടെ മരണത്തെപ്പറ്റി ചിന്തിക്കാൻ പോലും പറ്റുകയില്ല. മൗലാന അബുൽ ഹസൻ അലി നദ്വി റഹ്മത്തുള്ളാഹി അലൈഹി എൻ്റെ പ്രിയപ്പെട്ട ഉമ്മ എന്ന പുസ്തകത്തിൽ കുറിക്കുന്നുണ്ട്, എന്നോട് ആരെങ്കിലും ഉമ്മയുടെ വയസ്സ് ചോദിച്ചാൽ ഞാൻ അവരോട് ദേഷ്യപ്പെടും. കാരണം മാതാവ് പിതാവ് ഒരു മണിക്കൂറെങ്കിലും ജീവിതത്തിൽ ഉണ്ടാകുന്നത് വലിയ ഐശ്വര്യമാണ്. എനിക്ക് ഉമ്മയുടെ മരണത്തെപ്പറ്റി സങ്കല്പിക്കാൻ പോലും പറ്റുന്നില്ല. മാതാപിതാക്കളോടുള്ള ബന്ധത്തെക്കാളും ആഴമേറിയ ബന്ധമാണ് സഹാബാക്കൾക്ക് ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമായി. അതുകൊണ്ട് തങ്ങളുടെ വിയോഗത്തെപ്പറ്റി അവർക്ക് ചിന്തിക്കാൻ പോലും സാധിക്കുന്നില്ല. ഈ സമയത്തിറങ്ങിയ ആയത്താണ് വമാ മുഹമ്മദുൻ ഇല്ലാ റസൂൽ. മുഹമ്മദ് നബി കൊല്ലപ്പെട്ടുവെന്ന് സന്തോഷത്തോടെ പ്രചരിപ്പിക്കുന്ന ആളുകൾ മനസ്സിലാക്കണം, മുഹമ്മദ് നബി മരണമൊന്നും സംഭവിക്കാത്ത ദൈവമൊന്നുമല്ല. അതുപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് മരണം സംഭവിക്കാനേ പാടില്ല എന്ന രീതിയിൽ ജീവിക്കുന്ന സത്യവിശ്വാസികൾ മനസ്സിലാക്കണം, പ്രവാചകൻ ദൈവമല്ല. വമാ മുഹമ്മദുൻ ഇല്ലാ റസൂൽ. മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിൻ്റെ ഉന്നത ദൂതനാണ്. നബിതങ്ങളുടെ ജോലി സത്യത്തിൻ്റെ സന്ദേശം എത്തിച്ചു തരിക എന്നുള്ളതാണ്. അത് തങ്ങൾ പരിപൂർണമായിട്ട് നിർവഹിക്കുന്നോ ഇല്ലേ എന്ന് നോക്കിയാൽ മതി. അത് തങ്ങൾ പരിപൂർണമായിട്ട് നിർവഹിക്കുന്നുണ്ട്. വമാ മുഹമ്മദുൻ ഇല്ലാ റസൂൽ ഖദ് ഖലത് മിൻ ഖബ്ലിഹിർ റുസുൽ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് മുമ്പ് ധാരാളം പ്രവാചകന്മാർ കഴിഞ്ഞു കടന്നിട്ടുമുണ്ട്. അവരെല്ലാവരും ഈ ലോകത്ത് നിന്ന് യാത്രയായി. ഇവിടെ ശ്രദ്ധിക്കണം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് മുമ്പ് ധാരാളം നബിമാർ വന്നു പോയിട്ടുണ്ട്, ഇനി ധാരാളം നബിമാർ വരാനുണ്ട് എന്ന് പറഞ്ഞിട്ടില്ല. ഇതിൽ നിന്ന് മനസ്സിലാകുന്നു റസൂലുള്ളാഹി പറയും സല്ലല്ലാഹു അലൈഹി വസല്ലം അവസാനത്തെ നബിയാണ്. അഫഇം മാത ഔ ഖുതില ഖലബ്തും അലാ അഅഖാബികും. ആകയാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ലോകത്ത് നിന്ന് യാത്രയായി, അല്ലെങ്കിൽ തങ്ങൾ കൊല്ലപ്പെട്ടു, നിങ്ങളപ്പോൾ ദീനിൽ നിന്ന് പിന്തിരിഞ്ഞ് നടക്കുമോ? മരണവും പ്രവാചകത്വവും പരസ്പര വിരുദ്ധമല്ല. പ്രത്യേകിച്ചും ദീനിൻ്റെ മാർഗത്തിൽ കൊല്ലപ്പെടുന്നതും നല്ല അവസ്ഥയിൽ മരണപ്പെടുന്നതും ഒരിക്കലും പ്രവാചകത്വത്തിന് എതിരൊന്നുമല്ല. അത് ദൈവികതയ്ക്ക് എതിരാണ്. യുഹ്യി വ യുമീത്, ഹയ്യുൻ ഖയ്യൂം എന്നും ജീവിച്ചിരിക്കുന്നത് പടച്ചവനാണ്. അത് പ്രവാചകത്വത്തിന് എതിരല്ല. ശേഷം അള്ളാഹു കടുപ്പത്തിൽ പറയുന്നു വമൻ യൻഖലിബ് അലാ അഖിബൈ. ആരെങ്കിലും ദീനിൽ നിന്ന് പിന്തിരിഞ്ഞ് നടന്നാൽ, ആരെങ്കിലും മസ്ജിദിൽ വന്നില്ല, ആരെങ്കിലും മദ്രസയിൽ നിന്ന് ഇറങ്ങിപ്പോയി,
ആരെങ്കിലും മുഹമ്മദി സ്ഥാപനത്തെ കൈവെടിഞ്ഞു പിന്തിരിഞ്ഞ് നടന്നു, അതുകൊണ്ട് പടച്ചവന് യാതൊരു കുഴപ്പവുമില്ല. അവന് കുഴപ്പമാണ്, അവന് നാശമാണ്, അവന് നഷ്ടമാണ്. നന്ദിയോടെ ദീനിന്റെ മാർഗത്തിൽ ഉറച്ചു നിൽക്കുന്നവർക്ക് അള്ളാഹു ഉന്നതമായ പ്രതിഫലം നൽകുന്നതാണ്. അള്ളാഹു എനിക്ക് ദീനോടുകൂടി ജീവിക്കാൻ തൗഫീഖ് നൽകി, ആദരവായ റസൂലിൻ്റെ മടിത്തട്ടിൽ കഴിയാനുള്ള ഭാഗ്യം നൽകി, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തുണിത്തുമ്പ് പിടിക്കാനുള്ളതായ ഉദവി നൽകി. എന്നിട്ട് അതിനോടുള്ള കടമകൾ പാലിച്ച് ജീവിക്കുന്നവർക്ക് അള്ളാഹു ഉന്നത പ്രതിഫലം നൽകുന്നതാണ്. ശേഷം അള്ളാഹു പറയുന്നു, വമാ കാന ലിനഫ്സിൻ അൻ തമൂത ഇല്ലാ ബിഇദ്നില്ലാഹ്. ഈ ലോകത്തൊരു മനുഷ്യൻ ജനിക്കാൻ അള്ളാഹുവിന് അനുമതി വേണ്ടതുപോലെ മരിക്കാനും അള്ളാഹുവിന് അനുമതി വേണം. ഞാനങ്ങ് മരിക്കുകയാണ്, ഞാനങ്ങ് മരിച്ചു കളഞ്ഞു എന്നൊന്ന് വിചാരിച്ച് ആർക്കും മരിക്കാൻ സാധിക്കുന്നില്ല. എത്രയോ ആളുകൾ മുകളിൽ നിന്നെടുത്ത് ചാടുന്നു, പുറകിൽ പൂവിലെ പോലെ പോലീസുകാരെ പിടിക്കുന്നു. എത്രയോ ആളുകൾ വളരെ ആരോഗ്യത്തിന് വേണ്ടി അവർ മരുന്ന് കഴിക്കുന്നു, അവർ അള്ളാഹുവിലേക്ക് യാത്രയാകുന്നു. മരണം പടച്ചവന്റെ തീരുമാനപ്രകാരമാണ്. ആരെങ്കിലും മരിക്കുന്നതിൻ്റെ മുഴുവൻ ബന്ധങ്ങളും പടച്ചവനുമായിട്ടാണ്. കിതാബം മുഅജ്ജല, പടച്ചവൻ എല്ലാവർക്കും വേണ്ടിയും ഒരു നിർണിത സമയം നിശ്ചയിച്ചിട്ടുണ്ട്. ഇത്ര മാസം, ഇത്ര വർഷം, ഇത്ര ദിവസം, ഇത്ര മണിക്കൂർ, ഇത്ര ശ്വാസം, ഇത്ര ആഹാരം അവൻ ഉപയോഗിക്കും. അലാ വ ഇന്ന നഫ്സൻ ലൻ തമൂത ഹത്താ തസ്തക്മില റിസ്ഖഹാ. റസൂലുള്ളാഹി പറയുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുമായിരുന്നു, അരുളുമായിരുന്നു, ഒരു മനുഷ്യൻ അവൻ്റെ അന്നം, അവന് പടച്ചവന് വിധിച്ചിരിക്കുന്ന സാധന സാമഗ്രികൾ പരിപൂർണമായിട്ട് ഉപയോഗിക്കാത്തത് വരെ അവൻ മരിക്കുന്നതേയല്ല. കിതാബം മുഅജ്ജല. അതുകൊണ്ട് നിങ്ങൾ ജീവിതത്തെ നന്നാക്കാൻ നോക്കി. വമൻ യുരിദ് സവാബദ് ദുനിയാ നുഅ്തിഹി മിൻഹാ. ആരെങ്കിലും ഭൗതിക ജീവിതത്തെ ലക്ഷ്യമിട്ട് ജീവിച്ചാൽ നാം അതിൽ നിന്നും അവന് വിധിക്കുന്നത് തരും, കൂടുതലൊന്നും കിട്ടുകയില്ല. വമൻ യുരിദ് സവാബൽ ആഖിറതി നുഅ്തിഹി മിൻഹാ. ആരെങ്കിലും പരലോകത്തെ ലക്ഷ്യം വെച്ച് ജീവിച്ചാൽ അതിൽ നിന്ന് നാം അവന് പ്രതിഫലം നൽകുന്നതാണ്. ദുനിയാവിൻ്റെയും ആഖിറത്തിൻ്റെയും നിയന്ത്രണം എൻ്റെ പക്കലാണ്, ഖജനാവുകൾ എൻ്റെ കയ്യിലാണ്. അതുകൊണ്ട് വേണ്ടവർ എന്നോട് ചോദിക്കും. വസനജിസി ശാകിരീൻ. വീണ്ടും പറയുന്നു, നന്ദിയുള്ളവർക്ക് നാം ഉത്തമ പ്രതിഫലം നൽകുന്നതാണ്. നന്ദിയുള്ളവർക്ക് വലിയ പ്രയോജനങ്ങൾ ഇഹത്തിലും പരത്തിലും നൽകുന്നതാണ്. അതുകൊണ്ട് നിങ്ങൾ ദീനിൽ ഉറച്ചു നിൽക്കുന്നതിനെ പറ്റി ചിന്തിക്കും. സാഹചര്യങ്ങളിലേക്കും അവസ്ഥകളിലേക്കും നോക്കാതെ, അവരുണ്ടോ ഇവരുണ്ടോ എന്ന് നോക്കാതെ, ഇന്നയാളാണോ ഇമാമ്, ഇന്നയാളാണ് മുഅദ്ദിൻ, അതിലോട്ടൊന്നും നോക്കാതെ നിങ്ങൾ നന്മയുടെ മാർഗത്തിൽ ഉറച്ചു നിന്ന് നിങ്ങൾ നല്ല നിലയിൽ സഞ്ചരിക്കും. അള്ളാഹുവിൻ്റെ ഈ ആയത്തിലൂടെ ഉണർത്തി. മഹാന്മാരായ സഹാബാക്കൾ അതിനുശേഷം വളരെ നല്ല നിലയിൽ ജീവിച്ചു. പിന്നീട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ യഥാർത്ഥ വിയോഗം സംഭവിച്ചപ്പോൾ അവർക്കത് വലിയ ഇടുത്തിയും വലിയ ആഘാതവുമായിരുന്നിട്ടും അവർ എത്രയും പെട്ടെന്ന് കർമ്മരംഗത്ത് സജീവമാവുകയും അവർ ശരിയായ മാർഗത്തിലൂടെ സഞ്ചരിക്കുകയും ചെയ്തു. അള്ളാഹു നമുക്കും തൗഫീഖ് നൽകുമാറാകട്ടെ.